അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ സമാധാന കരാറിനും 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയ്ക്കും കനത്ത വെല്ലുവിളി ഉയർത്തി ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയാണ്. തെക്കൻ ലബനനിലെ നബാത്തിയ പട്ടണത്തിലും സമീപ ഗ്രാമങ്ങളിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 32 പേർ കൊല്ലപ്പെട്ടത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ കടുത്ത അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 14 പ്രാഥമിക ധാരണാപത്രം നിലവിൽ വന്ന പശ്ചാത്തലത്തിൽ സ്വിറ്റ്സർലൻഡിലെ ബേർക്കൻസ്റ്റോക്കിൽ പാകിസ്ഥാൻ, ഖത്തർ പ്രതിനിധികളുടെ മധ്യസ്ഥതയിൽ ഉന്നതതല സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് മേഖല വീണ്ടും യുദ്ധഭീതിയിലാകുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് സമാധാന ധാരണയെ തുടർന്ന് തുറന്നുകൊടുത്ത ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലമാണ് സ്പോട്ട്ലൈറ്റും വിഷയമാക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാന പ്രതീക്ഷ തല്ലിക്കെടുത്തരുത്. ലെബനനിൽ ഉള്ളതടക്കം പശ്ചിമേഷ്യയിലെ യുദ്ധ നടപടികൾക്ക് അടിയന്തര അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാസം 18-ന് അമേരിക്കയും ഇറാനും പ്രാഥമിക സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. അടുത്ത 60 ദിവസത്തിനകം അന്തിമ കരാറിൽ എത്താനായിരുന്നു പ്രധാന ധാരണ. എന്നാൽ ഈ സമാധാന നീക്കങ്ങളെ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് ലെബനനിൽ ഇസ്രായേൽ വീണ്ടും സൈനിക നടപടികൾ കടുപ്പിക്കുകയാണ്. ലെബനന്റെ പരമാധികാരം കാറ്റിൽ പറത്തിയുള്ള ഈ നീക്കങ്ങൾ സമാധാന ചർച്ചകൾക്ക് കനത്ത തിരിച്ചടിയാണ്. തെക്കൻ ലെബനനിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 32 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. തുടർച്ചയായുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക. സമാധാന കരാറിനെതിരെയുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുത്ത നിലപാടിന് പിന്നിൽ വ്യക്തമായ ആഭ്യന്തര രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇറാനെതിരെയുള്ള സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് നെതന്യാഹു. അഴിമതി കേസുകളും സർക്കാരിനെതിരെയുള്ള വലിയ ജനരോഷവും നേരിടുന്ന നെതന്യാഹുവിന് തന്റെ കടുത്ത വലതുപക്ഷ മന്ത്രിസഭയെ നിലനിർത്താൻ യുദ്ധം തുടരേണ്ടത് അത്യാവശ്യമാണ്. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിമാരായ യയർ ലാപിഡ്, എഹൂദ് ബരാഖ് എന്നിവർ നെതന്യാഹുവിന്റെ നയങ്ങളെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. ഇസ്രായേലിന്റെ സുരക്ഷാ നയങ്ങളിലുണ്ടായ ഏറ്റവും വലിയ പരാജയമാണ് ഇറാൻ-US സമാധാന കരാർ എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. അമേരിക്കയിൽ നിന്നുള്ള രാജ്യാന്തര സമ്മർദ്ദവും ഇറാന്റെ സഖ്യശക്തികൾക്കെതിരെ സൈനിക നടപടി തുടരണമെന്ന സ്വന്തം സർക്കാരിലെ ആവശ്യവും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട ഇരട്ട വെല്ലുവിളിയാണ് നെതന്യാഹു നേരിടുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയാണല്ലോ US-ന്റെയും സഖ്യകക്ഷികളുടെയും വലിയ ആശങ്ക. ഇറാൻ അണുബോംബ് ഉണ്ടാക്കാതിരിക്കാനാണ് US ആക്രമിച്ചതെന്നാണ് ട്രംപ് ഭരണകൂടം പറഞ്ഞത്. അതേസമയം ഇപ്പോൾ ഒപ്പുവെച്ച താത്കാലിക ധാരണാപത്രത്തിൽ ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു ഖണ്ഡിക മാത്രമാണുള്ളത്. അതാകട്ടെ അവ്യക്തവും. ആണവായുധം ഉണ്ടാക്കില്ലെന്നത് ഇറാന്റെ എക്കാലത്തെയും നിലപാടാണ്. ആണവ നിർവ്യാപന കരാറിൽ പണ്ടേ ഒപ്പിട്ട രാജ്യമാണ് ഇറാൻ. ആ നിലപാട് ഇറാൻ ധാരണാപത്രത്തിലും ആവർത്തിക്കുന്നുണ്ട്. മറ്റൊരു മുഖ്യ വിഷയം ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമാണ്. UN-ന്റെ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം നേർപ്പിക്കാൻ നടപടിയെടുക്കാമെന്നു മാത്രമാണ് ധാരണാപത്രത്തിൽ വ്യവസ്ഥയുള്ളത്. US ഇറാൻ തുടർ ചർച്ചകളിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചയും അന്തിമ തീരുമാനവും ഉണ്ടായേക്കും. ഇറാൻ അണുബോംബ് ഉണ്ടാക്കുന്നുവെന്ന ആശങ്കയിൽ US-ഉം ഇസ്രായേലും തുടങ്ങിയ യുദ്ധത്തിന്റെ ദിശ ഇറാൻ മാറ്റിയത് ഹോർമുസ് കടലിടുക്ക് അടച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെലൊടിച്ചായിരുന്നു. ആഗോള ഇന്ധനക്ഷാമവും തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയുമായിരുന്നു ഇറാന്റെ ഏറ്റവും വലിയ ആയുധം. പിന്നീട് എങ്ങനെയും ഹോർമുസ് തുറപ്പിക്കുക എന്ന ഒറ്റ അജണ്ടയിലാണ് ട്രംപ് ഭരണകൂടം മുന്നേറിയത്. അവിടെയും വലിയ വിലപേശൽ നടത്താൻ ഇറാന് സാധിച്ചു. ധാരണാപത്രത്തിൽ പറയുന്നത് 2 മാസം മാത്രം ഹോർമുസിലൂടെ സൗജന്യ ഗതാഗതം എന്നാണ്. അതുകഴിഞ്ഞാൽ സർവീസ് ഫീസ് ഈടാക്കുന്ന ട്രോൾ സമ്പ്രദായം വരുമെന്നാണ് സൂചന. യുദ്ധം ആരംഭിക്കും മുൻപ് പൂർണ്ണമായും സൗജന്യമായിരുന്ന സമുദ്രയാത്രാ പാതയാണ് US ആക്രമണം കാരണം പണച്ചെലവുള്ളതായി മാറാൻ പോകുന്നത്. അതേസമയം ഇറാനുമായുള്ള സമാധാന കരാർ പൂർത്തിയായില്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സംരക്ഷകരായി പ്രവർത്തിച്ചതിന് അമേരിക്ക ഹോർമുസിൽ ടോൾ ഈടാക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണാപത്രത്തിലേക്ക് വഴിതെളിച്ചതിൽ അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നവംബറിൽ US-ൽ നടക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പ് ട്രംപ് ഭരണകൂടത്തിന് നിർണായകമാണ്. US കോൺഗ്രസിൽ നേരിയ ഭൂരിപക്ഷമേ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളൂ. ഇടക്കാല തിരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായാൽ ഈ ഭൂരിപക്ഷം നഷ്ടമാകും. ഇറാനിലെ യുദ്ധത്തിന് അമേരിക്കയിൽ തീരെ ജനപിന്തുണ ഉണ്ടായിരുന്നില്ല. ഇന്ധന വിലക്കയറ്റം ജനങ്ങളുടെ അപ്രീതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അമേരിക്കൻ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിലും കോൺഗ്രസിലും നെതന്യാഹുവിന് വലിയ സ്വാധീനമുണ്ട്. ഇറാനുമായുള്ള കരാർ ഇസ്രായേലിന്റെ അസ്തിത്വത്തെ ബാധിക്കുമെന്ന് കാണിച്ച് അമേരിക്കൻ ജനപ്രതിനിധികളെ കൊണ്ടുതന്നെ ഡൊണാൾഡ് ട്രംപിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേലിന് കഴിയും. അതിനാൽ
കൂടുതൽ കർശനമായ വ്യവസ്ഥകൾ അന്തിമ കരാറിൽ ഉൾപ്പെടുത്താൻ അമേരിക്ക നിർബന്ധിതരാകും എന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട്. സമാധാന കരാറിന്റെ കാര്യത്തിൽ ഇറാനിലും കടുത്ത രാഷ്ട്രീയ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. മാസങ്ങൾ നീണ്ട യുദ്ധം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തതിനാൽ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ അമർഷം പുകയുന്നുണ്ട്. സമാധാനകാലത്ത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്ന അമേരിക്കൻ വാദത്തിൽ ഇറാനിലെ IRGC ഉൾപ്പെടെ തീവ്ര നിലപാടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിനു ശേഷം ടോൾ ഈടാക്കാനുള്ള അവകാശം കരാറിൽ ഉറപ്പാക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇതിനു പുറമെ ഇറാന്റെ ചുറ്റുപാടുകളിൽ നിന്നുള്ള അമേരിക്കൻ സൈനിക പിന്മാറ്റം സംബന്ധിച്ചുള്ള അവ്യക്തതയും ഇറാൻ നേതാക്കളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. സമാധാനപാതയിലേക്കുള്ള യാത്ര ഒട്ടും സുഗമമല്ല. വെല്ലുവിളികൾ നിറഞ്ഞതാണ് താനും. ലെബനന്റെ പരമാധികാരവും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും ഉറപ്പുവരുത്തുമെന്ന വ്യവസ്ഥ പ്രാഥമിക ധാരണാപത്രത്തിൽ ഇടം പിടിച്ചിരുന്നു. ഇതിനർത്ഥം നിലവിൽ തെക്കൻ ലെബനന്റെ 1/5 ഭൂമിപ്രദേശം പിടിച്ചെടുത്ത ഇസ്രയേൽ അവിടെ നിന്ന് ഉടൻ പിന്മാറണമെന്നാണ്. കരാറിൽ കക്ഷിയല്ലാത്തതിനാൽ ലെബനനിൽ നിന്നുള്ള പിന്മാറ്റം ഇല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്രായേലിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഒരു അന്തിമ കരാറിലെത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. അങ്ങനെ തന്നെയാണ് വെല്ലുവിളി. ഇറാനിലെയും ഇസ്രായേലിലെയും അമേരിക്കയിലെയും ആഭ്യന്തര രാഷ്ട്രീയ താൽപര്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന അതിസങ്കീർണമായ ഒരു നിർണായക ഘട്ടത്തിലാണ് പശ്ചിമേഷ്യ ഇപ്പോഴുള്ളത്. ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളെയും ഇറാന്റെ സാമ്പത്തിക ആവശ്യങ്ങളെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു സമവായത്തിലെത്താൻ അമേരിക്കൻ പ്രതിനിധികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുകയും മേഖല കൂടുതൽ വിനാശകരമായ മറ്റൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതോടെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി